എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 1, 2 ദിവസമായി ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ന്യൂസാണ്. മലപ്പുറത്ത് 35 വയസ്സുള്ള ഒരു യുവതിയുടെ ദാരുണ അന്ത്യം. 5 മക്കളുടെ അമ്മയാണ് അവര്. ആ മരിച്ച ആ യുവതി 5 മക്കളുടെ അമ്മയാണ്. 5ാമത്തെ കുട്ടിയെ പ്രസവിക്കുന്നതിനിടയിലാണ് അവർക്കിങ്ങനെ ഒരു ദാരുണ അന്ത്യമുണ്ടായത്. പണ്ടൊക്കെ നമ്മളുടെ വീടുകളില് നമ്മളുടെ മുത്തശ്ശിമാരുടെ കാലത്ത്, നമ്മളുടെ അമ്മമാരുടെ ജനറേഷനില്, നമ്മളുടെ സമയത്തൊന്നും അങ്ങനെയില്ല. അതിനു മുമ്പുള്ള ജനറേഷനില് വീടുകളിലായിരുന്നു പ്രസവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം 10 പ്രസവം നടന്നു കഴിഞ്ഞാൽ 5 കുട്ടികളെ കിട്ടും, 5 എണ്ണം മരിക്കും. ഇടയ്ക്കിടയ്ക്കായിട്ട് മരണങ്ങളും. പക്ഷെ ഇതൊന്നും പുറം ലോകം അറിയുന്നില്ലായിരുന്നു. അന്ന് നമ്മുടെ മെഡിക്കൽ ഇത്ര അധികം വളർന്നിട്ടില്ലാത്ത ഒരു കാലമായിരുന്നു. ഹോസ്പിറ്റലുകളൊക്കെ വളരെ കുറവ്. അങ്ങനെയൊരു കാലത്ത് ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ ഇപ്പോഴത്തെ ഈ നൂറ്റാണ്ടില് ശാസ്ത്രം വളർന്നു. മെഡിക്കൽ ലോകം ഇത്രയും വളർന്നു. ഇത്രയും നല്ല സാക്ഷരരായിട്ടുള്ള മനുഷ്യര്, വിവരമുള്ള മനുഷ്യര്, എഡ്യൂക്കേഷൻ ആണെങ്കില് ഏറ്റവും നല്ല മുന്തിയ നിലവാരമുള്ള നമ്മുടെ കേരളത്തില് ഇപ്പോഴും ഇതുപോലെയുള്ള പഴയ ആചാരങ്ങളും പഴയ കാലത്തെ രീതികളും പുലർത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ വളരെ വളരെ സങ്കടം വരുന്നു. ഇത്രയും വിഡ്ഢികളായിട്ടുള്ള മനുഷ്യർ ഇപ്പോഴും പഴയ കാലങ്ങളുടെ ഓരോ രീതിയും വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാര് നമ്മുടെ ഈ ലോകത്തുണ്ടെന്ന് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഭയങ്കര കഷ്ടമാണ് ഈ ലോകത്തിന്റെ പോക്ക്. ആ മരിച്ച യുവതി 35 വയസ്സേ ഉള്ളൂ അവർക്ക്. 35 വയസ്സിനുള്ളിൽ അവര് 5 പ്രാവശ്യം പ്രസവിച്ചു. ഇത് ഇവരെന്നെ പ്രസവിക്കുന്ന ഒരു യന്ത്രമാണ് സ്ത്രീകള് ഇവരുടെ ഇടയിൽ. ഞാനൊരു പ്രത്യേക സമുദായത്തെ വിമർശിച്ചുകൊണ്ട് പറയുന്നതല്ല. അതുകൊണ്ട് ആർക്കും എല്ലാവരും അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇവരുടെ ഇടയിലും നല്ല നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി പറയുന്നില്ല. ഇതിൽ ചില ആൾക്കാര് ഇങ്ങനെ സമൂഹത്തിന് തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തി, തെറ്റായ രീതിയിൽ പബ്ലിസിറ്റി നടത്തി, മറ്റുള്ളവരെയും വഴിതെറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇതില്. എല്ലാവരുമല്ല. നല്ല നല്ല പ്രവാചകന്മാരുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ചില ചില ചെറു ചെറു കീടങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇവര് ഇവര് ഒരു 6 മണിയായപ്പോൾ ഈ സ്ത്രീ പ്രസവിച്ചു. ഇവര് പറയുന്നത് എന്താ, ഇവര് രണ്ടുപേരും എക്യുപഞ്ചർ എന്ന് പറയുന്ന വൈദ്യം പഠിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഇതില് എക്യുപഞ്ചർ നമ്മളുടെ ശരീരം വേദന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപകരിക്കുമെങ്കിലും ഒരു പ്രസവം എടുക്കുന്നതിന് ഇതിന് എന്തോരം ഇത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പഠിച്ചിട്ടുള്ളവര് അത് അസാധ്യമാണെന്നാണ് പറയുന്നത്. എക്യുപഞ്ചറിലൂടെ ഇങ്ങനെയുള്ള ഇത്. പിന്നെ അത് എത്ര ശതമാനം ശരിയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വൈകിട്ട് 6 മണിക്കാണ് ഈ യുവതി പ്രസവിക്കുന്നത്. 6 മണിക്ക് ശേഷം 9 മണി വരെ രക്തം വാർന്നു പോയി. ഇവര് മരിക്കുമ്പം 9 മണി സമയമായി. അന്നേരം ഈ 6 മണിക്ക് ഈ യുവതി പ്രസവിച്ചതിന് ശേഷം ഇവർക്ക് എന്തെങ്കിലും ദേഹ അസ്വാസ്ഥ്യം തോന്നിയെങ്കില് അന്നേരം ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിലും ഒരുപക്ഷെ ഇവര് രക്ഷപ്പെട്ടു പോയേനെ. വീടുകളിൽ പ്രസവം നടത്തരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഹോസ്പിറ്റലിൽ പ്രസവത്തിന് ചെന്നാല് അവിടെ പ്രസവിക്കാൻ ചെല്ലുന്നതിന് മുമ്പേ അവര് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കി നമ്മുടെ ബ്ലഡ് അറേഞ്ച് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ശ്വാസതടസ്സങ്ങളുണ്ടായാൽ അതിന് വേണ്ടുന്ന ഉപകരണങ്ങളൊക്കെ ഹോസ്പിറ്റലിലുണ്ട്. ബ്ലീഡിംഗ് ഉണ്ടായാൽ അത് നിർത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഹോസ്പിറ്റലുകളിലുണ്ട്. ഹോസ്പിറ്റലുകളിൽ മരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണം നടക്കുന്നുണ്ട്. എന്നാൽ വളരെ ചുരുക്കമാണ്. എന്നാലും ഇതൊരു പരീക്ഷണമാണ്. ഒരുപക്ഷെ ഇവർ ഹോസ്പിറ്റലിലായിരുന്നുവെങ്കിൽ അവർക്ക് ഈ വിധി വരികയില്ലായിരുന്നു. വീട്ടിലായതുകൊണ്ടാണ് ഈ വിധി വന്നത്. അതുപോലെ തന്നെ കള്ളങ്ങള് ഈ പുള്ളി ഇത് മരിച്ചതിന് ശേഷം ഇവരുടെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. അറിയിക്കാതെയാണ് ബോഡിയും കൊണ്ട് അവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നത്. ആംബുലൻസ് ഡ്രൈവറിനെ വിളിച്ച് ഡ്രൈവർ റീസൺ ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് എന്തുവാണ്, ഒരു പ്രായമുള്ള ഒരു സ്ത്രീ ആണ് മരിച്ചത്. അവർക്കിങ്ങനെ ശ്വാസം മുട്ടലിനെ തുടർന്ന് മരിച്ചതാണ്. അവരെയും കൊണ്ട് പോണമെന്ന് അവരോട് കള്ളം പറഞ്ഞാണ് ഈ ബോഡി ഇവര് വൈഫിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവിടുത്തെ ആശാ വർക്കർമാര് ഇവിടെ നിരന്തരം വരികയും ഇവരോട് ചോദിക്കുകയും ചെയ്യുമായിരുന്നു, ഇവിടെ ഗർഭിണിയുണ്ടോ, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവര് ഈ വീട്ടിൽ ഗർഭിണികളൊന്നുമില്ല എന്ന് അവരോടും പറഞ്ഞു. തൊട്ടടുത്ത് നടക്കുന്ന താമസിക്കുന്ന അയൽവാസികൾക്ക് പോലും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഗർഭിണി ഈ വീട്ടിൽ ഉണ്ട് എന്നുള്ളത്. ഇപ്പം ഈ മരണം പുറം ലോകം അറിയാനുള്ള കാരണം ഈ അതായത് ഈ കുട്ടികളുടെ അമ്മ പുള്ളിക്കാരി മരിച്ചത് കൊണ്ടാണ് ഇത് പുറം ലോകം അറിഞ്ഞത്.
അതല്ല ഇവരുടെ കുഞ്ഞാണ് മരിച്ചിരുന്നതെങ്കിൽ ആർക്കും അറിയില്ല. ഹോസ്പിറ്റലുകാർക്കറിയില്ല, ഇങ്ങനെയൊരു പ്രഗ്നന്റ് ലേഡി ഈ വീട്ടിലുണ്ടെന്ന് അറിയില്ല, അയൽവക്കത്തുകാർക്കറിയില്ല, ആർക്കും അറിയത്തില്ല ഇവർ പ്രഗ്നന്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ആരും അറിയാതെ കുഞ്ഞാണ് മരിച്ചിരുന്നതെങ്കിൽ ആ കുഞ്ഞിനെ ഇവർ മറവ് ചെയ്തേനെ. പക്ഷേ ഇവിടെ ഈ യുവതി മരിച്ചത് കൊണ്ടാണ് ഇതിനെ അടക്കം ചെയ്യാനായിട്ട് യുവതിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയും അവരുടെ വീട്ടുകാർ അറിഞ്ഞതിനെ തുടർന്നാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഈ വിവരം പുറം ലോകം അറിയുകയും ചെയ്തത്. അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കാതെ ഇരിക്കുക, സമൂഹത്തെ വഴിതെറ്റിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടോത്രം ചെയ്തും അതുപോലെ തന്നെ ഇങ്ങനെ വെള്ളം ഓതി കൊടുക്കുക രക്ഷപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ അവരുടെ ആയുസിന്റെ ബലം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടു വരുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിന്റെയൊക്കെ പിന്നില്. പിന്നെ ഒത്തിരി ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ നടത്തി മറ്റുള്ളവരെയും കൂടി വഴിതെറ്റിക്കാതിരിക്കുക. ഇപ്പം തന്നെ ആ 5 കുഞ്ഞുങ്ങൾക്ക് പോയി, അമ്മയില്ലാതെ ആ കുഞ്ഞുങ്ങള്. ഈ പുള്ളിക്ക് ഈ പുള്ളിക്കാരനെ പോയി, അങ്ങേർക്ക് കുറച്ച് കഴിയുമ്പോൾ അടുത്തത് കെട്ടാം. ഇവർക്ക് ഇങ്ങനെ കെട്ടിക്കൊണ്ടേ ഇരിക്കാം, എത്ര വേണേലും കെട്ടാം. കുഞ്ഞുങ്ങൾ എത്രയോ ഉണ്ടായിക്കോട്ടെ, 5ഓ 10ഓ ഉണ്ടാകുന്നതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്, വളർത്തുന്നതും ആ കുടുംബത്തിലുള്ളവരാണ്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയും തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയും ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. ചുമ്മാ ഒരുമാതിരി വിഡ്ഢികളെ പോലെ ആവരുത് മനുഷ്യര്. ഒരു കള്ള മത പണ്ഡിതനാണ് ഇദ്ദേഹം. മതത്തിന്റെ പേരിൽ ജനങ്ങളെ വഴിതെറ്റിക്കാൻ നടക്കുന്ന ചില കൃമികളുണ്ട്. അവരുടെ കൂട്ടത്തില് ഇവനെ പെടുത്താൻ പറ്റും. നല്ല നല്ല പുരോഹിതന്മാർക്കും കൂടി ഇങ്ങനെ പേരുദോഷമുണ്ടാക്കുന്ന കുറെ എണ്ണങ്ങളെ. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ചാവാൻ കിടക്കുന്ന ഒരാൾ ആശുപത്രി പോകരുതെന്നും ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള സമയങ്ങളിൽ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത് എന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. താൻ പാതി ദൈവം പാതി. അതിൽ പകുതി നമ്മളാണ് നമ്മുടെ ജീവൻ പകുതി പോണോ വേണ്ടയോ എന്നുള്ളത് പകുതി ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. കുറെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ ഇതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ആംബുലൻസ് ഡ്രൈവർക്ക് എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാകാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ള തുണിയിൽ പൊതിഞ്ഞ് അതിനുശേഷം പായില് പൊതിഞ്ഞാണ് ഈ മൃതശരീരം ഇവര് പെരുമ്പാവൂരിലുള്ള ആ യുവതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ ആംബുലൻസ് ഡ്രൈവറോട് എന്താണ് പറഞ്ഞത്? ഇതൊരു പ്രായം ചെന്ന ഒരു സ്ത്രീയാണ് മരിച്ചതെന്നാണ് പറഞ്ഞത്. ആ മനുഷ്യനും വിശ്വസിച്ചു. മുഖം കാണുന്നില്ല, ആളിനെ കാണുന്നില്ല. അവിടെയും കള്ളമാണ് പറയുന്നത്. ഇവർക്കറിയാം സത്യം വെളിയിൽ വന്നു കഴിഞ്ഞാൽ ആ നാട്ടുകാർ തന്നെ ഇങ്ങനെ പഞ്ഞിക്കിടുമെന്ന് അവർക്കറിയാം. പക്ഷെ പെരുമ്പാവൂരിലെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീട്ടുകാരോട് കാര്യം പറയുമ്പോഴാണ് അവരവിടെ പ്രശ്നമാക്കുകയും അതുപോലെ തന്നെ പോലീസിനെ അറിയിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആംബുലൻസ് ഡ്രൈവർ റീസൺ ചോദിക്കുമ്പോഴാണ് അവരുടെ മകളാണ് മരിച്ചതെന്നും 35 വയസ്സുള്ള ഒരു യുവതിയാണെന്നും അന്നേരമാണ് ഈ ആംബുലൻസ് ഡ്രൈവർ അറിയുന്നത് തന്നെ. എനിക്ക് പറയാനുള്ള കാര്യം, ഈ നൂറ്റാണ്ടിലെങ്കിലും ഇങ്ങനെയുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നമ്മളുടെ നാട്ടിൽ നിന്ന് പാടെ തുടച്ചു നീക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ നമ്മളുടെ ഈ നാട് നന്നാവത്തുള്ളൂ. ഇങ്ങനെ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉള്ളിടത്തോളം കാലം ഈ നാട് ഒരിക്കലും നന്നാവത്തില്ല. അതിന് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്.